മനുഷ്യ ജീവിതത്തിൽ അവിശ്വസനീയവും അപൂർവമായ സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഭാവന പോലും വഴിമാറിപ്പോകും. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഒരു പോഡ്കാസ്റ്റ് പരിപാടിയിലൂടെ ഒരാൾ വെളിപ്പെടുത്തിയത്. ആനയുടെ നിതംബത്തിൽ തല കുടുങ്ങിയ ഭീകരമായ ആ നിമിഷത്തെക്കുറിച്ച് 30 വർഷം രഹസ്യമാക്കി വെച്ച ശേഷം അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അമ്പരന്നുപോയി. ഓസ്ട്രേലിയൻ റേഡിയോ ഷോയായ ട്രിപ്പിൾ ML അവതാരകയായ ലൂയിസ ഡാൾഡിനും ജാക്കും ശ്രോതാക്കളോട് നിങ്ങളുടെ തല എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. വളരെ സാധാരണമായ ഒരു ചോദ്യമായിരുന്നു അത്. പക്ഷേ സാം എന്നൊരാൾ അതിനു നൽകിയ മറുപടി കേട്ട് അവതാരകർ മാത്രമല്ല, പരിപാടി കേട്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോയി. താൻ 30 വർഷമായി രഹസ്യമാക്കി വെച്ച ഒരു സംഭവം വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞാണ് സാം തന്റെ കഥ ആരംഭിച്ചത്. സാം പറഞ്ഞത് തന്റെ തല ഒരു ആനയുടെ നിതംബത്തിൽ കുടുങ്ങിപ്പോയിരുന്നു എന്നാണ്. കഴിഞ്ഞ 30 വർഷമായി ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാക്കുകൾ കേട്ട് അവതാരകരായ ലൂയിസയും ജാക്കും അവിശ്വസനീയതയോടെ മുഖത്തോട് മുഖം നോക്കി. അവർക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമായി വന്നു. ഈ സംഭവം നടന്നത് ഇന്ത്യയിലെ ഒരു ആന ആശുപത്രിയിൽ വെച്ചായിരുന്നു. അന്ന് അവിടെ ഒരു സന്നദ്ധ പ്രവർത്തകനായി ജോലി ചെയ്യുകയായിരുന്ന സാം ദിവസവും ആനകളെ കുളിപ്പിക്കുന്ന പതിവ് ജോലിക്കിടെയാണ് ഈ അപ്രതീക്ഷിത ദുരന്തം സംഭവിച്ചത്. ആനയെ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു സാമിന്. ആ നിമിഷം എന്ത് ചെയ്യണമെന്നോ എന്ത് സംഭവിച്ചുവെന്നോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. സാം ആനയുടെ ഒരു വശത്ത് നിന്ന് അതിനെ കഴുകുകയായിരുന്നു. ആനയുടെ മുൻഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ യാദർച്ഛികമായി ആനയോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ആന ആ സിഗ്നലിനോട് പ്രതികരിച്ചു. അത് പതിയെ താഴേക്ക് കുഞ്ഞിന് നിലത്തിരുന്നു. അതേസമയം ആനയുടെ പിൻഭാഗത്ത് നിൽക്കുകയായിരുന്ന സാമിന്റെ തല പെട്ടെന്ന് ആനയുടെ നിതംബത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സാം ഭയന്ന് നിലവിളിച്ചു. ഞാൻ ആനയെ കഴുകുകയായിരുന്നു. പെട്ടെന്ന് ഒരു സ്ത്രീ ആനയോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ആന ഇരുന്നപ്പോൾ എന്റെ തല ഏകദേശം 20 സെക്കൻഡോളം അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. സാം അത് ഓർത്തെടുത്തു. ഈ 20 സെക്കൻഡ് സാമിനൊരു ജീവിതകാലം പോലെ അനുഭവപ്പെട്ടു. പൂർണ്ണമായ ഇരുട്ടിൽ ശ്വാസം കിട്ടാതെ ആനയുടെ ശരീരത്തിന്റെ ഊഷ്മാവിൽ അയാൾ നിലവിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ സാമിന്റെ നിലവിളി ആരും കേട്ടില്ല. ആ സമയത്ത് പരിഭ്രാന്തിയിലും ഭയത്തിലും അയാളുടെ മനസ്സ് കാലിയായി പോയിരുന്നു. എങ്കിലും ഭാഗ്യത്തിന് മറ്റൊരു വ്യക്തി ഈ സംഭവം കാണുകയും ഉടൻ തന്നെ ആനയെ എഴുന്നേൽപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ നിമിഷമാണ് സാം ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ആന എഴുന്നേറ്റപ്പോൾ തല പുറത്തെടുക്കാൻ സാധിക്കുകയും അയാൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുകയും ചെയ്തു. സാമിന്റെ വിചിത്രമായ കഥ ഓൺലൈൻ പങ്കുവച്ചതോടെ അത് അതിവേഗം വൈറലായി. 5 ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ നർമ്മത്തോടെയും ഞെട്ടലോടെയും അവിശ്വാസത്തോടെയും ഇതിനോട് പ്രതികരിച്ചു. ഇത് തികച്ചും വിചിത്രമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ പലരും ഇത് വിശ്വസിക്കാൻ മടിച്ചു. ഒരുപാട് പേർ ഈ കഥ കേട്ട് ചിരിച്ചപ്പോൾ ചിലർ സാമിന്റെ അനുഭവത്തിൽ ഭയം പ്രകടിപ്പിച്ചു. ഒരു വലിയ മൃഗത്തിന്റെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നതിനെ കുറിച്ച് അവർ ഭയത്തോടെ കമന്റ് ചെയ്തു. സാമിന്റെ കഥ യാഥാർത്ഥ്യമാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും സാമിന്റെ ശബ്ദത്തിലെ വിറയലും ഭയവും ഇതൊരു യഥാർത്ഥ അനുഭവമാണെന്ന് സൂചിപ്പിച്ചു. ഈ പോഡ്കാസ്റ്റ് വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ പലരും തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു വീഡിയോ കണ്ടിരുന്നുവെന്ന് ഓർത്തെടുത്തു. 30 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു വീഡിയോയിൽ ഒരു മനുഷ്യൻ ആനയുടെ അടിയിൽ തൂത്തുവാറുന്നതും ആന പെട്ടെന്ന് കുഞ്ഞിനിരിക്കുന്നതും കാണാം. ഈ സമയം ആ മനുഷ്യന്റെ തല ആനയുടെ നിതംബത്തിൽ കുടുങ്ങുകയും അയാൾ രക്ഷപ്പെടാൻ പാടുപെടുകയും ചെയ്യുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിരുന്നു. സാം ആ വീഡിയോയിലെ മനുഷ്യനാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. 30 വർഷം മുമ്പ് നടന്ന ആ സംഭവം ഇപ്പോൾ വീണ്ടും ചർച്ചയായപ്പോൾ ആ വീഡിയോയിലെ വ്യക്തി തന്നെയാണ് സാം എന്ന് പലരും ഊഹിച്ചു. കാലങ്ങൾക്ക് ശേഷം തന്റെ കഥ ലോകത്തോട് പറയാൻ സാം ധൈര്യപ്പെട്ടത് അഭിനന്ദനാർഹമാണെന്ന് ആളുകൾ കുറിച്ചു. ഇത് എത്രമാത്രം വിചിത്രവും അപൂർവവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ സിനിമയെ പോലെ വെല്ലുവിളിക്കുമെന്നുള്ള സത്യം ഈ അനുഭവം അടിവരയിടുന്നു. സാമിന്റെ കഥ കേട്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾ എത്രത്തോളം അവിശ്വസനീയമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സംഭവം മാനസികമായി സാമിനെ എത്രത്തോളം ബാധിച്ചിരിക്കാമെന്നും ആളുകൾ ചിന്തിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം 30 വർഷം ഈ രഹസ്യം സൂക്ഷിച്ചത്. അത്തരമൊരു ഭീകരമായ അനുഭവം ആരും എളുപ്പത്തിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഇഷ്ടപ്പെടില്ല. സാമിന്റെ കഥ നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പുനഃപ്രസിദ്ധീകരിച്ചു. വാർത്താ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഈ കഥ ഏറ്റെടുത്തു. പലരും തമാശ രൂപേണ ഈ സംഭവത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ആനയുടെ ബ്ലാക്ക് ഹോൾ എന്നും ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ മരണം എന്നും ആളുകൾ കമന്റ് ചെയ്തു. മൃഗങ്ങളുമായി അടുത്ത് ഇടപെടുന്നവർക്ക് എപ്പോഴും അപകട സാധ്യതകളുണ്ട്. ആനകൾ ശാന്ത സ്വഭാവമുള്ള മൃഗങ്ങളാണെങ്കിലും അവയുടെ വലിപ്പം കാരണം അപ്രതീക്ഷിതമായ അപകടങ്ങൾ സംഭവിക്കാം. സാമിന്റെ അനുഭവം അത്തരത്തിലുള്ള ഒരു ദുരന്തം എങ്ങനെയാണ് സംഭവിക്കാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവം നടന്ന ആശുപത്രി എവിടെയാണെന്നോ ആനയുടെ പേര് എന്താണെന്നോ സാം വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ചിലപ്പോൾ ആനയെ സംരക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ 30 വർഷം മുമ്പ് നടന്ന സംഭവം ആയതുകൊണ്ട് അത്തരം വിവരങ്ങൾ ഓർമ്മയില്ലാത്തത് കൊണ്ടാകാം. ഈ കഥയുടെ വിശ്വസ്തതയെ
ചോദ്യം ചെയ്ത ചിലർ സാം റേഡിയോ ഷോയിൽ തമാശ പറഞ്ഞതാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ സാമിന്റെ വാക്കുകളിലെ ഗൗരവം തമാശയായിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഭയം തുറന്നു പറഞ്ഞതിന്റെ ആശ്വാസമായിരിക്കാം അദ്ദേഹത്തിന്റേത്. ഈ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നത് കൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ പ്രേക്ഷകരിലും വലിയ ചർച്ചയായി. ഇന്ത്യയിലെ ആനകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് ധാരാളം വാർത്തകൾ വരാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു അനുഭവം ഇത് ആദ്യമായാണ് ലോകം കേൾക്കുന്നത്. ആനകളെ പരിപാലിക്കുന്നവർക്കും അവയുമായി അടുത്തിടപെടുന്നവർക്കും ഇതൊരു പാഠമാണ്. ഓരോ നിമിഷവും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു. മൃഗങ്ങൾ എത്ര ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിലും അവരുടെ അപ്രതീക്ഷിതമായ ചലനങ്ങൾ പോലും മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കാം. ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതുമായ പല വാർത്തകളും വിചിത്രമാണ്. എന്നാൽ സാമിന്റെ അനുഭവം എല്ലാ വിചിത്രമായ വാർത്തകളെയും കടത്തിവിട്ടുന്ന ഒന്നാണ്. ഭാവനയേക്കാൾ വിചിത്രമായ യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്.